ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗത്തിൽ തന്നെ അവിടെ വച്ചിട്ടാണ് ഈ സമ്മർദ്ദം ചെലുത്തലും ബഹളമുണ്ടാക്കലൊക്കെ സുധാകരൻ നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്നെ തിരിച്ചു കയറ്റിയില്ലെങ്കിൽ ഞാൻ കുഴപ്പമാക്കും എന്ന് തന്നെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വേഗം ഈ ഹൈക്കമാൻഡ് തീരുമാനം വന്നിരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം കുഴപ്പങ്ങൾക്ക് ഇട കൊടുക്കരുതെന്ന്. അദ്ദേഹം ഇപ്പോൾ ഒരു മാന്യമായ എക്സിറ്റാണ് ആഗ്രഹിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയ സൂചനകൾ അങ്ങനെയാണ്. അതായത് എന്തായാലും മാറ്റാനുള്ള തീരുമാനമുണ്ട്. അപ്പോൾ ആ തീരുമാനം ഒരു മാന്യമായി തന്നെ ഒരു ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കണം. ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ താൽക്കാലികമായി ഒരു പ്രസിഡന്റിനെ നിയമിച്ച് അത് അങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു നാണക്കേടാണ്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം സുധാകരൻ പ്രസിഡന്റായി വന്ന ശേഷം അദ്ദേഹം ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ അദ്ദേഹത്തിൻ്റെ നാവ് തന്നെയാണ് പ്രശ്നമായിരുന്നത്. ഇക്വേഷൻസ് പല രൂപത്തിൽ മാറി. ആദ്യം സുധാകരനും വി ഡി സതീശനും ഒരുമിച്ചായിരുന്നു. പിന്നെ ആ ഇക്വേഷൻസ് എങ്ങനെയൊക്കെ മാറി എന്നുള്ള ജനം കാണുന്ന രൂപത്തിലേക്ക് അത് മാറിയല്ലോ. ഇപ്പോൾ സുധാകരനെ പെട്ടെന്ന് തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോൾ അതിനായി സുധാകരനൊപ്പം നിൽക്കുന്നു, വി ഡി സതീശനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് ഘട്ടത്തിലെത്തുമെന്ന് നമുക്കറിയില്ല. അതൊരു വശത്ത് നടക്കുന്നു. അപ്പോൾ എന്തായാലും മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഈ ഘട്ടം വരെ അദ്ദേഹം പറഞ്ഞ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ നടത്താനായി എന്നുള്ള വിഷയം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിൽ തന്നെ ദീപാദാസ് മുൻഷിയാണല്ലോ ഇവിടെ വന്നിരുന്നത്, ഇവിടെ ചുമതലയുണ്ടായിരുന്നത്. ദീപാദാസ് മുൻഷി വരുമ്പോൾ ഇവിടുത്തെ ബൂത്തുകളുടെ എണ്ണ ഒക്കെ കണ്ടിട്ട് ഇതിനേക്കാളും ബംഗാളിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു പോയി എന്നൊക്കെയുള്ള കമൻറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഇവിടെ അടിത്തട്ടിൽ എത്രത്തോളം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ നേതാക്കൾ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഏതായാലും മാറുമ്പോൾ ഒരു മാന്യമായി ഇറങ്ങുക എന്നുള്ള സാഹചര്യത്തിന് വേണ്ടി അദ്ദേഹം ഇത് പറയുന്നു. പക്ഷേ ഈ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ പോലും ബാക്കിയുള്ളവർക്കെതിരെ പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രതികരണം, ഇനി അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഓരോന്ന് വരുന്നു. അദ്ദേഹം തന്നെ പലതവണ ഖേദപ്രകടനം നടത്തുന്നു. പിന്നീട് അത് പരിഹരിക്കാൻ മറ്റു നേതാക്കൾ പ്രതികരിക്കേണ്ടി വരുന്നു. ഇതൊരു തുടർച്ചയായി കുറച്ചു കാലം കാണേണ്ടി വരും. Meet the editors.